ഇനി നമുക്കിതാ ഈ ഒരു മണ്ണ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ല മണ്ണെടുക്കുക. നല്ല മണ്ണെടുക്കേണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മേളിലത്തെ മണ്ണെടുക്കാൻ പാടില്ല, തിളച്ചാലും അടിയിൽ മണ്ണെടുക്കാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് കുറച്ചൊരു അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിലേറെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കമ്പ് വെച്ച് നന്നായിട്ട് ഇളക്കി 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 കൊടുക്കാം. കൂട്ടത്തിൽ അതിനകത്തുള്ള കല്ലൊക്കെ നമ്മൾ എടുത്ത് കളയുക. വലിയ വലിയ കല്ലുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കളയാം. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോയിൽ ക്ലേ ഉണ്ടാക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കണേ. പിന്നെ മേളിലത്തെ ആ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കളയുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി ഒരു 12 മിനിറ്റ് വെക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു ബക്കറ്റ് എടുക്കുക. പഴയ ബക്കറ്റ് വേണം കേട്ടോ. പിന്നെ പഴയൊരു തോർത്തും കൂടെ എടുത്ത് മേളിൽ വിരിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ ഒരു ചെളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് എന്താ പറയുക അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫുള്ള് ചെളിവെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ കൈവച്ച് ആക്കുമ്പോൾ നല്ല അടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ നമുക്ക് ഉണ്ടായിട്ട് വരും കേട്ടോ. അത് ഒന്നും കൂടെ നമ്മൾ അരച്ച് നല്ല സോഫ്റ്റായിട്ട് ആക്കി എടുക്കണം. ഒരു കൈ വെച്ച് ഇങ്ങനെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ നല്ലോണം തെളിയും. പക്ഷേ എൻ്റെ തെളിഞ്ഞൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ കപ്പ് വെച്ചാക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലേ അടിഞ്ഞ് കൂടും കേട്ടോ. അത് നമ്മളിത് ആ ഒരു തോളത്തിൽ ഇതുപോലെ ആക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കെട്ടി വെക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് മോർണിംഗിൽ ഈ ഒരു സെയിം ടൈമിൽ എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒരു വെയിലുള്ള സ്ഥലത്ത് എടുക്കുക. അപ്പോൾ ഇതൊരു വെയിലുള്ള ദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊരു ക്രീമി ടൈപ്പ് ആ ഒരു രീതിയിലുണ്ടാവും. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് തേച്ച് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കാൻ വെക്കാം കേട്ടോ. ഒരു 12 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കുക. പക്ഷേ ഞാൻ അത്രയും ടൈം വെച്ചില്ല, എന്നാലും ഞാൻ ഇതാ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പറിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നില്ല ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഒരു ടൈമിൽ ഉണ്ടാക്കിയതാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ക്ലേ ആണ്. ഇതൊക്കെ ഞാനൊരു ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എല്ലാവരും ട്രൈ നോക്കുക.